ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ രുചികരമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. എല്ലാ ദിവസവും ഒരേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മടുത്തവർക്ക് നല്ലൊരു പാൽപ്പുട്ട് റെസിപ്പിയാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇനി ഇതിലേക്ക് വേണ്ടി 1 കപ്പ് പുട്ടുപൊടി എടുക്കുന്നുണ്ട്. പുട്ടുപൊടിക്ക് പകരം അരിപ്പൊടിയിലും തയ്യാറാക്കാവുന്നതാണ്. പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. പുട്ടുപൊടി ആയതുകൊണ്ട് നമുക്കിത് കുറച്ച് സമയം കുതിർക്കാൻ വേണ്ടി വെക്കണം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒരു 2-3 മിനിറ്റ് കുതിർക്കാൻ വേണ്ടി വെക്കാം. അത്രയും സമയം വെച്ചാൽ മതിയാകും. ഇനി ഇത് വെച്ചതിന് ശേഷം നമുക്ക് ഈ സമയം കൊണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാൻ 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യും കൂടി ചേർത്ത് കൊടുക്കുമ്പം നല്ലൊരു രുചി കിട്ടും. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത്രയും മതി. ഇനി നമുക്ക് പുട്ടുപൊടി കുതിർക്കാൻ വെച്ചിരുന്നുണ്ടല്ലോ, അതിലോട്ട് നമുക്ക് ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാം. പുട്ടുപൊടി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ഒരു ക്യാരറ്റാണ്. ക്യാരറ്റ് ഇതുപോലെ ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. പാൽപ്പൊടിക്ക് പകരം പാൽ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പാൽപ്പൊടിയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. ഇനി നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമുക്ക് കുട്ടികൾക്ക് കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര വേണ്ട എന്നുണ്ടെങ്കിൽ പഞ്ചസാര നമുക്ക് സ്കിപ്പ് ചെയ്യാം. പാലിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ പുട്ടുപൊടിയിൽ വെള്ളത്തിന് പകരം നമുക്ക് പാൽ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് 2-3 മിനിറ്റ് വെക്കാവുന്നതാണ്. എന്നിട്ട് ബാക്കിയുള്ള ചേരുവകളെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷെ പാൽപ്പൊടിയിൽ തയ്യാറാക്കുമ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് നമ്മുടെ പാൽപ്പുട്ടിന്. ഇനി ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ വെള്ളം ഒന്നും തന്നെ ചേർക്കരുത്. പിന്നീട് വെള്ളം ചേർക്കുമ്പോൾ പാൽപ്പൊടി എല്ലാം അലിഞ്ഞ് അതിൻ്റെ കൂടെ തന്നെ ചേർന്ന് പോകും. അതുകൊണ്ടാണ് കൈ കൊണ്ടൊന്ന് ഉരുട്ടി നോക്കുമ്പോൾ നല്ലതുപോലെ ഉരുണ്ട് വരികയാണെങ്കിൽ നമ്മുടെ പുട്ടുപൊടി നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പുട്ടുപൊടി മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം. വേണമെങ്കിൽ ചിരട്ടപ്പുട്ട് തയ്യാറാക്കുന്നത് പോലെ ചിരട്ടപ്പുട്ടിൽ വെച്ച് തയ്യാറാക്കാം, അല്ലെങ്കിൽ പുട്ടുകുറ്റിയിൽ വെച്ചും തയ്യാറാക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത് എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് തയ്യാറാക്കി എടുക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആവിപ്പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് വാഴയില ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. വാഴയില വെച്ച് കൊടുക്കുമ്പോൾ വാഴയില നല്ല ചൂടായി കിട്ടുമ്പോൾ വാഴയിലയുടെ ഫ്ലേവറൊക്കെ കിട്ടി നല്ല രുചിയായിരിക്കും നമ്മുടെ പാൽപ്പുട്ടിന്. അതുകൊണ്ടാണ് ഞാൻ വാഴയില വെച്ച് കൊടുക്കുന്നത്. ഇനി പുട്ടുപൊടി മിക്സ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഫുള്ളായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 6 മിനിറ്റ് വരെ വെച്ച് വേവിച്ചെടുക്കണം. 6 മിനിറ്റ് മതിയാകും. നന്നായിട്ട് നമ്മുടെ പുട്ട് മിക്സ് എല്ലാം വെന്ത് കിട്ടും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. 6 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൽപ്പുട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിപ്പോൾ ഞാൻ പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യുന്നതാണ്. നമുക്കിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പപ്പടം വേണമെങ്കിലും വെക്കാം. വേണമെങ്കിൽ പഴം വെച്ചും കഴിക്കാം. വേറെ എന്തെങ്കിലും കറികളുണ്ടെങ്കിൽ അതും വെച്ചും കഴിക്കാം. ഒന്നുമില്ല എങ്കിൽ നമുക്ക് പാൽപ്പുട്ട് വെറുതെയും കഴിക്കാവുന്നതാണ്. പാൽപ്പുട്ട് നല്ല രുചിയാണ്. കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ കഴിക്കാവുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്.
അപ്പോൾ ഇതുപോലെ പാൽപ്പുട്ടൊന്ന് തയ്യാറാക്കി നോക്കുക. പാൽപ്പുട്ട് ഇതുവരെയും തയ്യാറാക്കിയിട്ടില്ല എങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ രുചികരമായ പാൽപ്പുട്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഇൻഷാ അല്ലാ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.